ഫ്രണ്ട്സ്, കേരള സർക്കാർ സ്ഥാപനമായ KSFEയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് 10ാം ക്ലാസ് മതി. അപ്പോൾ ഇതിൻ്റെ റീജിയൻ വൈസ് വാക്കൻസി കൂടെ കാണാൻ പറ്റും. അതായത് ആലപ്പുഴ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വിവിധ ജില്ലകളിലായിട്ടൊക്കെ നമുക്ക് വാക്കൻസികൾ അത്യാവശ്യമുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ എറണാകുളം ജില്ലയുണ്ട്. അപ്പോൾ അതിൽ തന്നെ വിവിധ റീജിയൻ വൈസ് വാക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. എറണാകുളം എവിടെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ബ്രാഞ്ചസ് വിവിധ ബ്രാഞ്ചുകളിലായിട്ടാണ്. കോഴിക്കോട് ഉണ്ട്, വിവിധ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കൊല്ലം റൂറൽ, പിന്നെ കൊല്ലം അർബൻ, അങ്ങനെ പറഞ്ഞിട്ട് വിവിധ ബ്രാഞ്ചുകളിലായിട്ടാണ്. കണ്ണൂർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കോട്ടയം. അങ്ങനെ അത്യാവശ്യം വേക്കൻസികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കട്ടപ്പന നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ റീജിയണൽ ഏരിയാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തൃശ്ശൂർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും തിരുവനന്തപുരം റൂറൽ ഉണ്ട്, പിന്നെ അർബനും ഉണ്ട്. അങ്ങനെ ഇത്രയും 683 സീരിയൽ നമ്പർ തന്നെ നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ബ്രാഞ്ചസ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേക്കൻസി പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണോ താല്പര്യം അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത് ബ്രാഞ്ചാണ്, ഇവിടെ റീജിയനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോളം ഇത് ബ്രാഞ്ചുകളാണ്. ഈ സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് കോളം നിങ്ങൾക്ക് സീരിയൽ നമ്പറുമാണ്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്യാം. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താൽ വർക്ക് ഫ്രം ഹോം ജോബ്സ് അതുപോലെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിന് നല്ലൊരു സപ്പോർട്ടായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തരം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം, KSFEയുടെ നിങ്ങൾക്കൂടെ കാണാം. ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, ഇത് കേരള സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ ഈ പറയുന്ന KSFEയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് കേട്ടോ വിളിക്കുന്നത്. എത്ര വർഷത്തേക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല, കരാർ അടിസ്ഥാനത്തിലാണ്. ബിസിനസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം, ഇതിലേക്ക് അപേക്ഷ നൽകേണ്ട നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഏജ് 20 മിനിമം പൂർത്തിയായിരിക്കണം. 45 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വിദ്യാഭ്യാസ യോഗ്യത ജസ്റ്റ് 10ാം ക്ലാസ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം അവരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ അഭികാമ്യമായ അധിക യോഗ്യതകൾ, ഇത് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഇതിലേക്ക് ചാൻസ് കിട്ടാനുള്ള ആ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് മിനിമം 20 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പാസ്സായ ഫ്രഷേഴ്സിന് ഏത് കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അഭികാമ്യമായ അധിക യോഗ്യതയിൽ ഉൾപ്പെടുന്നത് +2 ഒക്കെ പാസ്സാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ +2 എന്നെ നിർബന്ധമില്ല, അത് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, സ്വന്തമായി വാഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ മാർക്കറ്റിംഗ് രംഗത്തെ മുൻപരിചയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ കുറച്ചുകൂടെ നിങ്ങൾ സ്യൂട്ടബിൾ ആണ്. അങ്ങനെയുള്ളവർക്ക് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. നിർബന്ധമല്ല, മാൻഡറ്ററി അല്ല. ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ്, അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത 20 to 45 വയസ്സിൻ്റെ ഇടയിൽ പ്രായം. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ സ്വന്തമായ വെഹിക്കിളോ ഒന്നും ആവശ്യമില്ല. ഇനി ഈ പറഞ്ഞ രീതിയിൽ മിനിമം +2 യോഗ്യതയും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസും സ്വന്തമായി വാഹനവും മാർക്കറ്റ് രംഗത്ത് മുൻപരിചയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായിട്ടുള്ള മുൻഗണന അവരെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ അഭികാമ്യമായ അധിക യോഗ്യത കണ്ട് നിങ്ങൾ ഇതാകണ്ട, കൺഫ്യൂഷൻ ആകണ്ട. ഇത് നിർബന്ധമല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഡിഗ്രിയോ ഒക്കെ പഠിച്ചവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഈ പറയുന്നതും പാടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. യാതൊരു നിർബന്ധമില്ല. അപ്ലൈ ചെയ്യാൻ യോഗ്യത ഈ പറഞ്ഞ സംഭവം മാത്രം മതി കേട്ടോ. ഇനി അപേക്ഷിക്കേണ്ട അവസാന തീയതി നിങ്ങൾക്ക് ഫെബ്രുവരി 15 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ അപേക്ഷ ഓൺലൈനായിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് പറഞ്ഞു. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന മേഖലാ ഓഫീസുകളിലായിരിക്കും നിങ്ങളുടെ നിയമനം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് മേഖലാ ഓഫീസാണോ നമുക്ക് വേണ്ട വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് നിയമനം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷിക്കേണ്ട ലിങ്കാണിത്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. ഡയറക്റ്റ് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. പിന്നെ റീജിയണൽ വൈസ് ബ്രാഞ്ച് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രാഞ്ച് നെയിമും റീജിയനും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പ്ലേസ്, വീടിൻ്റെ അടുത്ത് വേണോ ഇതിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് ലിങ്ക് കൊടുക്കും. അതിലും കാണാം KSFE റിക്രൂട്ട്മെന്റ് 2025-26 എന്ന് കാണാം. ഇവിടെ കാണാം നിങ്ങൾക്ക് ബിസിനസ് പ്രൊമോട്ടർ പോസ്റ്റ് ആയിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാൻ കൊടുത്താൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ബിസിനസ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ബേസിസ് കൂടെ കാണാൻ പറ്റും. അതിൻ്റെ KSFEയുടെ ലോഗോ കാര്യങ്ങൾ കാണാം. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. അതുപോലെ നിങ്ങൾ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ അത് കൊടുക്കാം. അതിനുശേഷം അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് കൊടുക്കാം. ഇതിനുശേഷം മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. വേറെ മൊബൈൽ നമ്പർ ഉണ്ട്, അതും പാടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, വയസ്സ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. അപ്പോൾ നോർമലി പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ആണ് ചോദിക്കാറ്. അപ്പോൾ നിങ്ങളുടെ രണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്നുള്ള സ്റ്റിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ID കാർഡ് ഇതിലേതെങ്കിലും ആധാറോ പാനോ വോട്ടർ ID ഇതിലേതെങ്കിലും ഒന്ന് വേണം. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ആധാറിൻ്റെ അല്ലെങ്കിൽ ID കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. അപ്പോൾ വോട്ടർ ഐഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് SSLC ആണെങ്കിൽ SSLC സെലക്ട് ചെയ്താൽ മതി. +2 പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 അതാണ്. ഡിപ്ലോമ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതായാലും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് 2 വീലർ ലൈസൻസ് ഉണ്ടോയെന്നാണ്. 2 വീലറിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക, അത്രേ ഉള്ളൂ. അടുത്ത റീജിയൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റീജിയൻ ഏതിലേക്കാണ്. അപ്പോൾ ഞാനിവിടെ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് തന്നെ നമുക്ക് അർബൻ ഉണ്ട്, അതായത് നഗരമുണ്ട്, പിന്നെ ഇവിടെ റൂറൽ ഉണ്ട്. ഏതാണ് നമുക്ക് വേണ്ടതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മളിവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളത് 1 MB കൂടാൻ പാടില്ല കേട്ടോ സൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ഫോട്ടോ ഇവിടേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ അത് ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്